പബ്ലിക് ഡൊമൈനിൽ പബ്ലിക്കായിട്ട് നിന്ന് നമ്മുടെ ഭരണഘടനയെ കുന്തവും കൂടെ ചക്രമെന്ന് വിശേഷിപ്പിച്ച് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി കോടതിയിൽ ചെന്നപ്പം പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? തെളിവില്ലെന്ന്. നമ്മൾ ഈ ലോകത്തുള്ള സർവ്വ മലയാളികളും കണ്ടതാണ് ഇവന്റെ വിവരക്കേട്. അത് കണ്ടതിന് ശേഷവും നമ്മുടെ പോലീസ് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു തന്നു, അല്ലെ കോടതിയോട് പറഞ്ഞോട് തെളിവില്ലെന്ന്. അപ്പൊ ഈ വീഡിയോ ഒരു തെളിവല്ലേ? അല്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ആ വീഡിയോ തെളിവല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നീ എനിക്കെതിരെ എങ്ങനെയാ കേസ് ഉണ്ടാക്കിയെന്നൂടെ എനിക്കൊന്ന് അറിയണം. നിന്റെ ആ ടെക്നോളജി ഉണ്ടല്ലേ, സാധാരണക്കാരന്റെ നേരെ സാധാരണക്കാരനോട് പറയുന്ന ആ ഡയലോഗ്, എന്നാൽ നിങ്ങൾ കേസിന് പോകുന്നു. ഈ ഡയലോഗ് ഞാനും തിരിച്ചു പറയുക. ഞാൻ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടേ, നീ എനിക്കെതിരെ കോടതി പോകും. എന്നിട്ട് ആ കോടതിയിൽ നീ പ്രൂവ് ചെയ്യൂ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും സത്യമല്ലെന്നും തെറ്റായ വിവരങ്ങളാണെന്നും നീ ആ കോടതി പ്രൂവ് ചെയ്യും. നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. പിന്നെ ഞാനിത് പറയുമ്പോൾ എൻ്റെ തെളിവുണ്ടെന്ന്, എൻ്റെ തെളിവുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചിട്ട്. ഇല്ലെങ്കിൽ നിനക്കറിയാം, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പം, സർവ്വസന്നാഹങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുമ്പം, നിങ്ങളുടെ ഒരു സാംസ്കാരിക മന്ത്രിക്കെതിരെ ഇത്തരം വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തെളിവില്ലാതെ ചെയ്യില്ല എന്നുള്ളത് എന്റെ ശ്രോതാക്കൾക്ക് അത്യാവശ്യമായാലും ബോധ്യം വരണം. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കറിയാം. നമസ്കാരം. മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് യൂട്യൂബർ ശശികുമാർ നടത്തുന്നത്. തുടക്കമിട്ടത് അംഗനവാടി ടീച്ചറുടെ പിന്നാലെ മണപ്പിച്ചു നടന്ന സജി ചെറിയാന്റെ കഥയായിരുന്നു. പിന്നീട് മറ്റു മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധങ്ങളും സെഞ്ചുറി ഹോസ്പിറ്റൽ വെട്ടിപ്പിടിച്ച കഥയുമൊക്കെ പുറത്തു വന്നു. പിന്നാലെ അദ്ദേഹത്തെ പോലീസിനെ വിട്ട് ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോഴിതാ മന്ത്രി സജി ചെറിയാന്റെ ഡിഗ്രികളെല്ലാം വ്യാജമാണെന്നും ശശികുമാർ സമർത്ഥിക്കുന്നു. ഇപ്പോൾ കുറെ കാലമായി ഒരു LLB കൂടി കാണുന്നുണ്ട്. അതെന്തോ ഏതോ ഒരു കൊച്ചമ്മയുടെ LLB ആണെന്നാണ് പറയുന്നത്. പിന്നെ സജി ചെറിയാന്റെ ആസ്തികളും മറ്റും എവിടെ നിന്ന് വന്നതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ആലോചിച്ചിട്ടുണ്ടോ? ഇയാൾക്കെതിരെ 9 കേസുകളുണ്ട്. പക്ഷെ ഇതിലൊന്നിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴിതാ വ്യഭിചാര കഥകളും കൂടി പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തായാലും ഒന്നേ ഇതിലൊക്കെ പറയാറുള്ളൂ, കേൾക്കാം മന്ത്രി സജി ചെറിയാന്റെ പലതരം കഥകൾ, ചാരായ വ്യഭിചാര കഥകൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ചാരായത്തെ കുറിച്ച് പറയാം. കൂട്ടത്തിൽ വ്യാജ ചാരായം വരും. അപ്പൊ അതുകൊണ്ട് നമുക്കിന്ന് ഒരു സ്മോള് അടിച്ചുകൊണ്ട് കാര്യങ്ങൾ തുടങ്ങാം. അപ്പൊ അതിനൊരു ഗുമ്മ് കിട്ടണ്ടേ? ഒരു പെക്കിലൊന്നും ഒരു സുഖം തോന്നിയില്ല. കൊച്ചു വെളുപ്പങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഇത് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ലെന്ന് എനിക്കറിയാം. ഇതുകൊണ്ടൊന്നും നമ്മുടെ നാടോ നിങ്ങളോ നന്നാകും എന്നുള്ള പ്രതീക്ഷയെ എനിക്കില്ല. എന്നാലും ഇതൊരു ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുത്തതാണ്. നമ്മുടെ നാട്ടിലെ കള്ളന്മാരുടെ കൊള്ളത്തരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചറിയിക്കുക എന്നുള്ള ഒരു ദൗത്യം. ഇതിന്റെ അപ്പുറത്ത് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ ഒന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ പ്രമാണിമാരുടെ കള്ളത്തരങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾ അത് ചെയ്താൽ മതി. അത് ചെയ്താൽ തന്നെ നമ്മുടെ നാട് നന്നാകും. നമ്മളെ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ പെക്കൊക്കെ അങ്ങ് തണുത്തു പോകും. പിന്നെ എനിക്കത് വലിയ ബുദ്ധിമുട്ടാണ് തണുത്തത് കുടിക്കാൻ. അപ്പൊ നമുക്കിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ ബീവറേജസുകൾ ഇത്രയധികം 100 ഇരട്ടി 200 ഇരട്ടിയൊക്കെ വില കൂട്ടി വിറ്റിട്ടും നഷ്ടത്തിലാണ് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളുടെ ബീവറേജുകൾ എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ പോകുന്നത്? ആർക്കെങ്കിലും അതിനൊരു ഉത്തരം പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഇവിടെ കമന്റ് ഇടണം. പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്കതൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് നമ്മളുടെ ബീവറേജുകൾ നഷ്ടത്തിൽ പോകുന്നത്? എത്രയോ ഇരട്ടിയാണ് ടാക്സ് മേടിക്കുന്നത്.
ഒരു ചാരായ കച്ചവടം ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ ചെയ്തിട്ടുള്ള ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. സ്പിരിറ്റിന്റെ വിലയും ഈ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ വിലയും ഇട്ട് തുച്ഛമായ പൈസയേ ഉള്ളൂ. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 55-60 രൂപ ഒരു ബോട്ടിൽ. അത് വിസ്കി ആയിക്കോട്ടെ, ബ്രാൻഡി ആയിക്കോട്ടെ, പിന്നെ ഏതാണ്ട് കുറയില്ലയോ, വൈനൊക്കെ അതിനെക്കാട്ടി തീരെ കുറവാണ്. അപ്പം ശരാശരി 100 രൂപയുടെ ഒരു കുപ്പി, ഒരു ബോട്ടിൽ ചാരായം, ഒറ്റ വാക്കിൽ പറയാം ചാരായം, കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ മൊത്തം ചെലവ് 100 രൂപയിൽ താഴെയാണ്, എല്ലാ ലാഭങ്ങളും എല്ലാം ചേർത്ത്. പിന്നെ വരുന്നത് ബാക്കി മുഴുവൻ ടാക്സുകളാണ്, വിവിധ ടാക്സുകൾ, കേന്ദ്ര സർക്കാർ ടാക്സ്, കേരള ഗവൺമെന്റ് ടാക്സ്. നമ്മുടെ നാട്ടിൽ ഇത്തരം ചാരായം വിറ്റിട്ടാണ് നമ്മുടെ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ. പിന്നെ വിൽപ്പനക്കാരുടെ ലാഭവും. അപ്പം ഈ ബിവറേജസ് കോർപ്പറേഷനാണ് നമ്മുടെ നാട്ടിലെ ബാറുകൾക്കെല്ലാം ചാരായം കൊടുക്കുന്നത്. അല്ലാതെ ബാർ മുതലാളിമാർക്ക് സ്വന്തമായിട്ട് കമ്പനികളിൽ നിന്ന് ചാരായം വാങ്ങാനുള്ള അവകാശം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തൊക്കെ ഒരുപാട് കള്ളക്കളികളുണ്ട്. പക്ഷെ നമ്മൾ ബിവറേജസിന്റെ കാര്യം മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കണ്ടു കാണും, ഒന്നാം LDF സർക്കാർ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബാറുകൾ തുടങ്ങാൻ CPMന്റെ നേതാക്കൾ, ബാറുകൾ തുടങ്ങാൻ അവർ ഓൾറെഡി കിടന്ന് കളിച്ചു. ബീവറേജസ് ഷോപ്പുകൾ തുടങ്ങാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു ഷോപ്പ് എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. നമ്മുടെ നാട്ടില് ഇന്ന് നിലവിലുള്ള എല്ലാ ബീവറേജസ് ഷോപ്പുകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം പോയാൽ ഒരു 10,000 രൂപ വരെയൊക്കെ വാടക കിട്ടുന്ന കെട്ടിടങ്ങളാണ്. അത് അങ്ങേയറ്റമാണ്. ആ പ്രദേശത്തുള്ളതിൽ ഏറ്റവും അങ്ങേയറ്റത്തെ വാടകയായിരിക്കും 10,000 രൂപ. പക്ഷേ ആ കെട്ടിടം ബീവറേജസുകാർ എടുക്കുന്ന അപ്രോക്സിമേറ്റ് 1 ലക്ഷം രൂപയുടെ അടുത്ത് വാടകയ്ക്കാണ്. എന്റെ അടുത്ത് കിട്ടിയിരിക്കുന്ന രേഖകൾ വെച്ച് നോക്കുമ്പം ഒരു 70,000-ൽ താഴെ കേരളത്തിൽ എവിടെയും ബീവറേജസിന് ഷോപ്പുകളില്ല. എല്ലാം 70,000 രൂപയ്ക്ക് മുകളിലാണ്. അതെന്തുകൊണ്ട്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ ബീവറേജസ് ഷോപ്പുകൾ തുടങ്ങാനുള്ള ദൗത്യം CPMന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവരത് ഏറ്റെടുത്തിട്ട് പ്രാദേശികമായിട്ട് മറ്റു ജില്ലയൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നാട്ടിലെ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് കൂട്ടുപിടിച്ചേക്കുന്നത്. അങ്ങനെ ഇവർ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ പുതിയ ബീവറേജ് ഷോപ്പുകൾ കണ്ടെത്തി കൊടുക്കുന്നത്. അതിനകത്തിൽ വലിയൊരു ശതമാനവും വന്നിട്ട് CPMന്റെ ബിനാമികളുടെ കെട്ടിടങ്ങളാണ്, നേതാക്കന്മാരുടെയോ അവരുടെ ബിനാമികളുടെയോ കെട്ടിടങ്ങളാണ്. അതൊരു സത്യമായ രഹസ്യമാണ്. അപ്പം ഇത്തരം സ്ഥലങ്ങള് കണ്ടെത്തി കെട്ടിടവും കണ്ടെത്തി ബീവറേജിനെ അറിയിച്ച് അവരുടെ ആളുകളെ, ഉദ്യോഗസ്ഥരെ എത്തിച്ച് ഇത് റെക്ടിഫൈ ചെയ്യിച്ച് ബാക്കിയെല്ലാം പിന്നെ മുറ പോലെ നടന്നോളും, ഒരു പ്രശ്നമില്ല. അതിനുശേഷം പ്രാദേശികമായിട്ട് എതിർപ്പുകൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കുന്നതും ഈ നേതാക്കന്മാർ തന്നെയായിരിക്കും. അഥവാ ഉണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഉള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എന്താണ് പ്രതിഫലം? അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ 10,000 രൂപയുടെ കെട്ടിടം 70,000, 80,000, 1 ലക്ഷം, 1.5 ലക്ഷത്തിനും ബീവറേജസ് കോൺട്രാക്ട് എടുക്കുന്ന സമയത്ത്, കെട്ടിടം വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ഈ 10,000-ന് മേളിൽ വന്നിരിക്കുന്ന തുകകൾ മുഴുവൻ പോകുന്നത് എങ്ങോട്ടാണെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് മുഴുവൻ പോകുന്നത് CPMന്റെ നേതാക്കന്മാരുടെ പോക്കറ്റിലോട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ബിനാമികളുടെ പോക്കറ്റിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിയമപരമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അഴിമതി ആർക്കും കണ്ടെത്താൻ കഴിയത്തില്ല. ആ രീതിയിലാണ് ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം എന്താണ്? എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയില്ല? ബിവറേജസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാടക കൊടുക്കുകയാണ്, വാടകയ്ക്കെടുത്ത കെട്ടിടമാണ്. ശരി,
കെട്ടിട ഉടമയോട് ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടിടം ഞാൻ വാടകയ്ക്ക് കൊടുത്തതാണ്. കെട്ടിട ഉടമയ്ക്ക് അവന്റെ വാടക കിട്ടുന്നുണ്ട്, അവൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടും. അതൊക്കെ അവർ ബാർഗൈൻ ചെയ്ത് തീരുമാനിക്കും. ഈ കഷ്ടപ്പെടുന്ന CPM-ന്റെ നേതാക്കന്മാർക്ക് കിട്ടാനുള്ള വിഹിതം കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലും കിട്ടും. അപ്പൊ പിന്നെ ഇതൊരുമാതിരി കൂട്ടുകച്ചവടമാണ്, എന്നെയും നിന്നെയും അണ്ണാക്കി തരുന്ന പരിപാടി. അങ്ങനെ ഞാൻ എല്ലാ ജില്ലകളുടെ വിഷയം ഞാൻ എടുത്തെന്ന് പറയുന്നില്ല, അതൊരു വീഡിയോയിലും തീരത്തില്ല, അതിന് ഒരുപാട് സമയം വേണം. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാത്രം കാര്യം പറയാം. ആലപ്പുഴ ജില്ലയിൽ ഇത്തരം ബീവറേജസ് ഷോപ്പുകൾ തുടങ്ങാൻ എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ്. ഇവൻ ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവന് കൃത്യമായിട്ട് അറിയാം എവിടൊക്കെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന്. അവിടെ എല്ലാം ഇവന്റെ ബിനാമികളുണ്ട്, ഇവന്റെ സഹാക്കൾ എന്ന് വേണമെങ്കിൽ അവരുടെ ഭാഷയിൽ പറയാം. അപ്പൊ ഇത്തരം ആളുകളെ ഉപയോഗിച്ചാണ് ആലപ്പുഴ ജില്ലയിലെ ബീവറേജ് ഷോപ്പുകളുടെ സ്ഥാപനം നടന്നു. അതിന്റെ വകയിൽ തന്നെ വലിയൊരു തുക നിങ്ങളുടെ ഈ സാംസ്കാരിക മന്ത്രിയുടെ പോക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മാസാമാസം. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ നാട്ടില് ചെങ്ങന്നൂരില് ഇടക്കാലത്ത് ചെങ്ങന്നൂരിലെ ബീവറേജ് കോർപ്പറേഷന്റെ ഷോപ്പ് ഔട്ട്ലെറ്റ് ഒന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടന്നു. ആ ശ്രമം നടന്നതിന്റെ ഭാഗം ആദ്യം ഇരുന്ന ബിൽഡിങ്ങിന്റെ വാടക ലാഭം പോയിക്കൊണ്ടിരുന്നത് വേറൊരു നേതാവിനായിരുന്നു. ആ നേതാവിനെ വെട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് ആ ഷോപ്പ് മാറ്റി കുറച്ചപ്പുറത്തോട്ട് മാറ്റി നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ ബീനാമിയുടെ പേരിൽ പുതിയ കെട്ടിടം പണിഞ്ഞ്, അനധികൃത കെട്ടിടം തന്നെയാണത്. കൃത്യമായിട്ട് ഈ MC ഹൈവേയോട് ചേർന്ന് പണിയുമ്പം പാലിക്കേണ്ട നിബന്ധനകൾ, കണ്ടം നികത്തി പണിയുമ്പം നോക്കേണ്ട നിബന്ധനകൾ, ഇതൊന്നും പാലിക്കാതെ അനധികൃതമായിട്ട് പണിഞ്ഞ കെട്ടിടമാണത്. ആ കെട്ടിടത്തിലോട്ട് മാറ്റി സ്ഥാപിച്ചത്. അതിനുശേഷം പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയുള്ള നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ വീടിന് അടുത്തായിട്ട് ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ ഒരു സംവിധാനം ഒരുക്കുന്നു ഒരു സുപ്രഭാതത്തിൽ. അപ്പം സാധാരണ ഇതിനകത്തൊന്നും നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി നേരിട്ട് ഇടപെടത്തുമില്ല, അതെല്ലാം വേറെ വേറെ വഴികളുണ്ടായിരുന്നു. കടയുടെ എഗ്രിമെന്റും കഴിഞ്ഞ് സർവ്വതും കഴിഞ്ഞ്, കടയല്ല, ഞങ്ങളുടെ നാട്ടിലെ ഒരു നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്ന മാതിരി ഒരു സാംസ്കാരിക മാന്യന്റെ കെട്ടിടം, വീട്, കുടുംബ വീടെന്ന് പറയാം, അവരൊക്കെ ജനിച്ചു വളർന്ന വീട്, ആ വീടാണ് ഇവരിതിനു വേണ്ടി കാണിച്ചത്. വാടക എത്രയാണ്? 80,000 രൂപ മാസവാടകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട, 80,000 എന്ന് പറഞ്ഞാൽ ആജീവനാന്ത വാടകയാണ്. ആ പ്രദേശത്ത് ആ കെട്ടിടം വാടകയ്ക്ക് കൊടുത്താൽ അങ്ങേയറ്റം പോയാൽ 1,500 രൂപ മാത്രം കിട്ടുന്ന കെട്ടിടമാണ് 80,000 രൂപയ്ക്ക് കരാറെടുത്തത്. ഇപ്പൊ ബീവറേജസ് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പ്രദേശത്തുള്ള കുട്ടി സഹാക്കന്മാര് അവരെ എല്ലാം നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി തന്നെ ഇളക്കി വിടുന്നതാണ്. ഒരു പ്രതിരോധ പ്രവർത്തനമാണത്. സഹാക്കന്മാരെല്ലാം കൂടെ കൂടുന്നു. പിന്നെ അവിടെയൊക്കെയുള്ള കുറെ ഞാനത് പറയുന്നില്ല, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളെ ഫില്ല് ചെയ്ത് കുറെ ആളുകളെ സംഘടിപ്പിച്ച് ഇതിന്റെ മുമ്പിൽ സമരം തുടങ്ങും. അപ്പൊ സമരം തുടങ്ങിയ സമയത്ത് ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ഉടമ, ഈ ബീവറേജസ് തുടങ്ങുന്ന ആ കെട്ടിടത്തിലോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതിന്റെ ഉടമ ഇപ്പുറത്ത് വേറെ വീട് വെച്ചിരിക്കുന്നത്. നാളെ അത് അവിടെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വീടിന്റെ മതിലല്ല, ഇവന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ചു ആൾക്കാർ വെള്ളം അടിച്ചിട്ട് പോകും. അത് വേറൊരു സത്യം. അതൊന്നുമില്ല, ഉടമയെ ബാധിക്കുന്ന വിഷയങ്ങളില്ലാത്തതുകൊണ്ട്, തൊലിക്കെട്ടി കൂടുതലായതുകൊണ്ട് അതൊന്നും ബാധിക്കത്തില്ല. ഇപ്പം സമരമൊക്കെ ഇങ്ങനെ ആർഭാടപൂർവ്വം മുന്നോട്ട് പോകുന്ന സമയത്ത് പല ആൾക്കാരും എന്നെ സമീപിച്ചു, അണ്ണാ നിങ്ങൾ അതിനകത്ത് പങ്കെടുക്കണം. ഞാൻ പറഞ്ഞെടാ, ബീവറേജസ് കൊണ്ടുവരുന്നതും CPM, ആ കെട്ടിടം വാടകയ്ക്ക് അടുപ്പിച്ചതും CPM. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആ കെട്ടിടത്തിന്റെ ഉടമ അന്ന് കോൺഗ്രസ്സുകാരനായിരുന്നു.
ഇപ്പം വലിയ നിങ്ങളുടെ MLA സ്വന്തം ആളായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം. എല്ലാം ഇവരൊക്കെ തന്നെയാണ്. അപ്പം ഞാനെന്തിനാണ് വരുന്നത്? എനിക്കെന്താ കാര്യം? അത് തന്നെയല്ല, നിങ്ങളുടെ കൂടെ സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കന്മാരുടെ മുൻകാല ചരിതങ്ങൾ നിങ്ങളും ആദ്യം ഒന്ന് ഓർത്തു വെക്കുക, അറിഞ്ഞു വെക്കുക. എന്നിട്ട് അവരെ നിങ്ങളുടെ കൂടെ നിർത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞു. അപ്പൊ ചില ആൾക്കാരൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. കാര്യം ഇതെല്ലാം ചെയ്യുന്നത് ഇവരൊക്കെ തന്നെ. അങ്ങനെ ഒരു ചെറിയ ഒരു മീറ്റിംഗ്, വളരെ വിശ്വസ്തരായിട്ടുള്ള ഒരു 6-7 പേര് കൂടിയിട്ടൊരു മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൽ ആലോചന വരുന്നു, എന്താണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ ബിൽഡിംഗ് ഉടമയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ സംഘടിപ്പിച്ച് ഞാൻ അയാളെ വിളിച്ചു. കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് എന്താണെന്നാ ഞാൻ ചെയ്തോളാം വേണ്ടത്. അവിടെ സഹാക്കന്മാര് ഭയങ്കര കൊടികുത്തി സമരം ചെയ്യുകയാണ്. ബീവറേജസ് വരാൻ പാടില്ല. ഈ ബീവറേജിനകത്ത് ഒക്കെ ഒരു ചില പൊളിറ്റിക്സ് പറയാനുണ്ട്, ജാതി പൊളിറ്റിക്സ്. ഇത്തരം ഷോപ്പുകൾ വരുന്നത് എപ്പോഴും വന്നിട്ട് ഈ ക്രിസ്ത്യാനികള്, മുസ്ലിംസ് ഒക്കെ താമസിക്കുന്ന ഏരിയകളിലൊന്നും കൊണ്ടുപോയി തുടങ്ങത്തില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇവന്മാരുടെ ഒന്നും വാക്ക് കേൾക്കാതെ ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇത് തുടങ്ങാൻ ഏറ്റവും നല്ല സൗകര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേരളത്തിലെ ബീവറേജുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈഴവരും മറ്റാൾക്കാരും താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ബീവറേജസ് മുഴുവൻ വരുന്നത്. കുടിയന്മാരും കൂടുതലും അവരാണ്. സത്യം പറയുന്നുണ്ട്, എന്നെ കല്ലെറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അങ്ങനെ ഈ പ്രദേശം ഈ പറഞ്ഞ മാതിരി ഈഴവരും മറ്റ് ആൾക്കാരും താമസിക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഒന്നാം തരം ജാതിവാദിയാണ്. രഹസ്യമായിട്ടാണെന്നേ ഉള്ളൂ. അത് ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ പറയാം. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ചുമ്മാതെ പറയുന്നതല്ല. അങ്ങനെ ഞാൻ ഈ കെട്ടിടമേ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചോ, നിങ്ങളുടെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ്, ആന്നടാ, അത് ബീവറേജസ് കോർപ്പറേഷന് ചാരായക്കട തുടങ്ങാൻ കൊടുത്ത്. ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലയോ? നിങ്ങളുടെ കുടുംബം അതല്ലേ? നിങ്ങളുടെ അച്ഛനെ അമ്മയെ അതിന്റെ അപ്പുറത്തൊക്കെ കുഴിച്ചു മൂടിയിരിക്കുന്നേ. അതങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? ഇടോ എന്ന് പറഞ്ഞോളൂ. ഇങ്ങനോ നീ തരുവോ എനിക്ക് 80,000 രൂപ മാസം? ഞാൻ ചോദിച്ചെണ്ണ, അപ്പൊ 80,000 രൂപയാണ് അതിന്റെ വാടക? ആണോ, 80,000 രൂപ മാസം വാടകയാ? ഞാൻ പറഞ്ഞ്, എന്നാലും അതെങ്ങനെയാണോ ശരിയാകുന്നേ? ഇവിടെ അത് നിനക്ക് വല്ലതും വേണേ 10,000-5,000 നീ മേടിച്ചോ? എനിക്കോ? നിനക്കെല്ലാ മാസവും അങ്ങോട്ടത് വീട്ടിലെത്തിച്ചു തരാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് ശരി. അപ്പൊ കൂട്ടുകച്ചവടമാണ് ഇല്ലയോ? അപ്പൊ ഇത് അവിടെ കൊണ്ട് തീരത്തില്ല. കാര്യം ഇയാളൊരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണ്. എങ്ങനെയും കാശുണ്ടാക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, നേരെ ഇയാളുടെ മോന് മെസ്സേജ് അയച്ചു. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്, നല്ല പയ്യനുമാണ് കേട്ടോ. ഞാൻ അവന് മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞ്, ആളുടെ പേര് പറയുന്നില്ല, മാറ്റി വെച്ചു. നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾ പാരമ്പര്യമായിട്ട് ചാരായം വാറ്റി വിറ്റ് തുടങ്ങിയ ആൾക്കാർ ഇന്നും ചാരായ കച്ചവടമൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കുടുംബം, നിങ്ങൾ ജനിച്ചു വളർന്ന കുടുംബം, അതിനകത്ത് ചാരായക്കട തുടങ്ങാൻ നിങ്ങളുടെ അച്ഛൻ്റെ ഒരു ഉത്സാഹം നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങിച്ചത്തുകൂടെ എന്ന് ചോദിച്ചു. ഇച്ചിരി മോശമായിട്ട് 4 ഡയലോഗ്, മെസ്സേജ് അല്ല, ഞാനൊരു പോസ്റ്റായിട്ട് അതിനകത്തങ്ങ് എഴുതിയതാണ് ഫേസ്ബുക്കിനകത്ത്. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ അത് ചെറുക്കൻ കണ്ട് കഴിഞ്ഞപ്പോൾ ചെറുക്കനുണ്ട് തന്തയെ വിളിക്കുന്നു. ഒരുപാട് ജീവിക്കാൻ മാർഗമുള്ള വ്യക്തികളാണ് ഈ ബീവറേജസിന്റെ സ്വന്തം വീട്ടിൽ തുടങ്ങാൻ ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ആൾക്കാർ. അയാൾക്ക് പെൻഷനുണ്ട്, അയാളുടെ ഭാര്യയ്ക്ക് പെൻഷനുണ്ട്, മക്കളെല്ലാം നല്ല ജോലി നല്ല സൗകര്യങ്ങളും ഉള്ളവരാണ്. ഒരുപാട് കോടികൾ കൊയ്ത് വാരിക്കൂട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആക്രാന്തം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടാണ് ഇയാളിത് വീട്. ചെറുക്കനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ഉടനെ ഇവിടെ വിളിക്കുന്നു, പടക്കായി അങ്ങോട്ട് വീണു, മഴക്കായി ബഹളമായി. ലാസ്റ്റ് ബീവറേജസ് വേണ്ടാന്ന് വെക്കുന്നു. പക്ഷെ എന്റെ നാട്ടിലെ സഹാക്കന്മാർ അവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ച് എന്താണെന്ന് അറിയാവോ? അവർ സമരം ചെയ്ത് നേടിയെന്ന കോപ്പ സമരം ചെയ്ത് നേടിയത്. ആ ആൾക്കാരൊക്കെ ഇന്നും ചെങ്ങന്നൂര് പെരിങ്ങാലയിലുണ്ട്. അതിനുശേഷം അതിനു മുൻപ് നിരന്തരമായിട്ട് എന്നോട് വാട്സാപ്പിലും മറ്റ് ഫോൺ കോളിലും ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആ ചെറുക്കൻ ഇപ്പൊ എന്നെ കണ്ടാൽ മിണ്ടത്തില്ല. കണ്ടാൽ മിണ്ടുമായിരിക്കും, ഇപ്പൊ വിളിക്കുന്നതൊന്നുമില്ല ഫോണിലൊന്നും. ഈ തന്ത
അയാൾ അതിന് ശേഷം എൻ്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. ഞാൻ ആ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം. അതിനു മുൻപ് എനിക്ക് ബിസിനസ് ചെയ്യാൻ പൈസ വല്ലതും വേണേ ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ ആളാണ് ഇയാളുടെ മോൻ. അത്ര സൗഹൃദത്തിലായിരുന്ന ആളിനെ ഞാൻ വെറുപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ബീവറേജസ് അടച്ചുപൂട്ടിയത്, തുറക്കാൻ കഴിയാതെ പോയത്. അത് അവരുടെ വീട്ടിൽ കുടുംബകലമായി കഴിഞ്ഞപ്പം പിന്നെ എന്താ പിന്മാറിയതാ. പക്ഷെ സഹാക്കളെ പറഞ്ഞ് പ്രചരിപ്പിച്ച എന്താണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവസാനം ഇത് അവിടുന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതും ഞാൻ മുമ്പ് പറഞ്ഞ മാതിരിയുള്ള ജാതി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള കേന്ദ്രം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ആലപ്പുഴ ജില്ലയിലെ വിവിധ ബീവറേജസ് ഷോപ്പുകളിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് അതിന്റെ വാടക ഇനത്തിൽ കിട്ടുന്ന വലിയൊരു തുകയാണ് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെയും ബിനാമികളുടെയും പോക്കറ്റിലോട്ട് മാസാമാസം വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെങ്ങനെ ബീവറേജസ് നന്നാകും? 10,000 രൂപ വാടക പോലും ഇല്ലാത്ത കെട്ടിടം 70,000, 80,000, 1 ലക്ഷം രൂപ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ബീവറേജസ് ലാഭത്തിൽ വരും? ഈ ലോകത്ത് ചാരായക്കട നടത്തി നഷ്ടത്തിലോടുന്ന ഒരേ ഒരു സ്ഥാപനം നിങ്ങളുടെ ബീവറേജസ് മാത്രമാണ്. ചാരായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടടിക്കാവുന്ന ഏറ്റവും വലിയ ഇതാണ്. ചാക്ക് കെട്ടിനകത്ത് വരെ ചാരായക്കട നടത്തി കാശ് കൊണ്ടുപോകുന്ന മുതലാളിമാരെ എനിക്കറിയാം. പ്ലാസ്റ്റിക് ചാക്കിനകത്ത് നിറച്ച് തയ്ച്ചിട്ടാണ് വീട്ടിൽ കൊണ്ടുപോയാണ് എണ്ണുന്നത്. അത്തരം മുതലാളിമാർ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ സാംസ്കാരിക മന്ത്രിക്ക് ഇതിനകത്തൊക്കെ എന്താ ഇത്ര താല്പര്യമെന്ന്. നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി നിങ്ങൾക്കറിയാം, പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ സ്പിരിറ്റ് കേസിലെ പ്രതിയായിരുന്നു. പലവട്ടം ഇയാൾക്കെതിരെ ആരോപണങ്ങളെല്ലാം തെളിവ് സഹിതം കണ്ടെയ്നർ പിടിച്ചിട്ട് പോലും ഇയാൾ കേസിലെ പ്രതിയാകാതെ പോയതും ഇയാളുടെ ബിനാമികൾ കേസിൽ പ്രതിയെ ചേർക്കപ്പെട്ടതും എന്താണെന്ന് ഇയാളുടെ സ്വാധീനം, അല്ലെ ഇയാൾക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുടെ സ്വാധീനം കൊണ്ട് മാത്രമായിരുന്നു. സമയം നോക്കട്ടെ, ഒരുപാട് സമയമായി നിങ്ങൾക്ക് കണ്ട് ബുദ്ധിമുട്ടായി പോകും. സമയം ഒത്തിരിയായി. അപ്പം ബീവറേജസ് എന്തുകൊണ്ടാണ് നഷ്ടത്തിൽ പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പോയി അന്വേഷിക്കണം. നിങ്ങളുടെ നാട്ടിലെ ബീവറേജസിന്റെ യഥാർത്ഥ വാടക എത്രയാണെന്നും ആ പ്രദേശത്തുള്ള വാടക എത്രയാണെന്നും നിങ്ങൾക്കറിയാം. പിന്നെ ഇവന്മാരുടെ ഒരു അങ്ങേറ്റത്തെ ഒരു ഡയലോഗുണ്ട്. ആരെങ്കിലും ഇതിനെപ്പറ്റി വിവരാവകാശം വെക്കുകയോ പരാതിപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ വിവരാവകാശ കോപ്പൊന്നും വെക്കാറില്ല. ഞാനത് 2007 ഉപേക്ഷിച്ച സംഭവം. വിവരാവകാശം പക്ക ഉടായിപ്പാണ്. നിങ്ങൾക്കറിയാം, വിവരാവകാശ കമ്മീഷനിലൊക്കെ ഇരിക്കുന്ന മുഴുവൻ ഇവന്മാർ സഹാക്കന്മാരാണ്. ഇവന്മാർക്കെതിരെയുള്ള ഒരു ഇതും അവന്മാർ സമയത്തും കാലത്തും തരത്തില്ല. നമ്മുടെ ജീവിതം പാഴാകും. ഞാനത് 2007 ഉപേക്ഷിച്ച സംഭവം. പിന്നെ പരാതികളുമായിട്ട് നിങ്ങൾ കോടതിയിൽ പോകണം. നിങ്ങൾ കോടതി പോയാൽ നിങ്ങൾ ആജീവനാന്തം കോടതി കയറി ഇറങ്ങിയാൽ പോലും നിങ്ങൾക്ക് നീതി കിട്ടില്ല. ഇയോടാ പബ്ലിക് ഡൊമൈനിൽ പബ്ലിക്കായിട്ട് നിന്ന് നമ്മുടെ ഭരണഘടനയെ കുന്തവും കൂടെ ചക്രമെന്ന് വിശേഷിപ്പിച്ച് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി കോടതിയിൽ ചെന്നപ്പം പോലീസ് കൊടുത്ത റിപ്പോർട്ട് എന്തായിരുന്നു? തെളിവില്ലെന്ന്. നമ്മൾ ഈ ലോകത്തുള്ള സർവ്വ മലയാളികളും കണ്ടതാണ് ഇവന്റെ വിവരക്കേട്. അത് കണ്ടതിന് ശേഷവും നമ്മുടെ പോലീസ് പറഞ്ഞു, നമ്മളോട് പറഞ്ഞു തന്നു, അല്ലെ കോടതിയോട് പറഞ്ഞോട് തെളിവില്ലെന്ന്. അപ്പൊ ഈ വീഡിയോ ഒരു തെളിവല്ലേ? അല്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. ആ വീഡിയോ തെളിവല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നീ എനിക്കെതിരെ എങ്ങനെയാ കേസ് ഉണ്ടാക്കിയെന്നൂടെ എനിക്കൊന്ന് അറിയണം. നിന്റെ ആ ടെക്നോളജി ഉണ്ടല്ലേ, സാധാരണക്കാരന്റെ നേരെ സാധാരണക്കാരനോട് പറയുന്ന ആ ഡയലോഗ്, എന്നാൽ നിങ്ങൾ കേസിന് പോകുന്നു. ഈ ഡയലോഗ് ഞാനും തിരിച്ചു പറയുക. ഞാൻ ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടേ, നീ എനിക്കെതിരെ കോടതി പോകും. എന്നിട്ട് ആ കോടതിയിൽ നീ പ്രൂവ് ചെയ്യൂ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും സത്യമല്ലെന്നും തെറ്റായ വിവരങ്ങളാണെന്നും നീ ആ കോടതി പ്രൂവ് ചെയ്യും. നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. പിന്നെ ഞാനിത് പറയുമ്പോൾ എൻ്റെ തെളിവുണ്ടെന്ന്, എൻ്റെ തെളിവുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. കൃത്യമായ തെളിവുകളെല്ലാം ശേഖരിച്ചു വെച്ചിട്ട്. ഇല്ലെങ്കിൽ നിനക്കറിയാം, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പം, സർവ്വസന്നാഹങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കുമ്പം, നിങ്ങളുടെ ഒരു സാംസ്കാരിക മന്ത്രിക്കെതിരെ ഇത്തരം വിശേഷങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തെളിവില്ലാതെ ചെയ്യില്ല എന്നുള്ളത് എന്റെ ശ്രോതാക്കൾക്ക് അത്യാവശ്യമായാലും ബോധ്യം വരണം. ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ ഇവനെതിരെ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം എൻ്റെ തെളിവുണ്ട്.
ഉള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇവൻ എന്നെ മൂക്കി വലിച്ചു കയറ്റാൻ കഴിയാതെ പോകുന്നത്. ആദ്യത്തെ ഒരു കേസെടുപ്പോട് കൂടിയത് അവന്റെ സോക്കേടങ്ങ് തീർന്നതും അതാണ്. എനിക്ക് നല്ല ഉറപ്പാണ് ഇവൻ എൻ്റെ ഒരു കൂടെയും തൊടത്തില്ല, തൊടാനുള്ള ആർജവും അവനില്ല. ഇവന്മാരെന്നെ പഠിപ്പിച്ച അതേ ടെക്നോളജി ഞാനിന്ന് തിരിച്ചു പറയുകയാണ്. നീ കോടതികളിൽ പോ, കോടതി പോയിട്ട് നീ പ്രൂവ് ചെയ്യും ഞാൻ ഈ പറഞ്ഞേക്കുന്നൊക്കെ അസത്യങ്ങളാണെന്ന്. അപ്പൊ അതിന്റെ ശിക്ഷ ഞാൻ വാങ്ങിക്കാം തെളിയിക്കപ്പെടുകയാണെങ്കിൽ. നീ കോടതിയിൽ അതല്ലേ ചെയ്തേ? കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് നീ വലിയ നീണ്ട ഡയലോഗ് വെച്ച് സഹാക്കന്മാരെ ഉന്മേഷവാന്മാരാക്കിയപ്പം ആ തെളിവ് കണ്ടില്ലെന്നാണ് നിന്റെ പോലീസ് പറഞ്ഞത്. അതേ പോലീസിനോട് തന്നെ ഞാനിപ്പോൾ പറയുന്നത്, നീ തെളിവ് എന്നോട് തെളിവ് ചോദിക്കുന്നത് എന്തിനാ? നീ കോടതി പോയി പ്രൂവ് ചെയ്യൂ നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്. നിന്റെ BA ആർട്സിനകത്ത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തായിരുന്നു നിന്റെ BA ആർട്സിനെ പറ്റി. നീ കോടതിയിൽ പോയിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ തെളിവാണ് നീ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത BA ആർട്സ് എന്ന് പറയുന്ന ആ സംഭവം. കാര്യം BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് ഈ ലോകത്തുള്ള സർവേർക്കും അറിയാം. അതിന് 10ാം ക്ലാസ് വരെ ഒന്നും പോകണ്ട, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം, സ്കൂളിൽ പോയിട്ടില്ലാത്തവർക്കും അറിയാം BA ആർട്സ് ആണെന്ന്. ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് ഒരാള് അവന്റെ ഡിഗ്രി നേരിട്ട് എഴുതാൻ പോലും അറിയാത്തവനെ അവൻ അത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് കോത്താഴത്ത് പോയി പറഞ്ഞാൽ മതി. ഞാനത് ആ വീഡിയോ ചെയ്തപ്പോൾ ഇച്ചിരി കറക്കിക്കുത്തിയാ പറഞ്ഞത്. കറക്കിക്കുത്തി പറഞ്ഞ കാരണം ഇവനെ താങ്ങാൻ കുറെ ആൾക്കാർ വരുമെന്ന് എനിക്ക് മുന്നേ കൂട്ടി അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് അങ്ങനെ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് അങ്ങനെ അവതരിപ്പിച്ചത്. നിന്റെ ഡിഗ്രി നിനക്ക് BA എന്ന് എഴുതാൻ അറിയത്തില്ല എന്നുള്ളതിന്റെ പ്രധാന തെളിവാണ് നീ അതിനകത്ത് കൊടുത്തിരുന്ന BA ആർട്സ് എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് നിന്റെ ചങ്കത്തോട്ട് ഞാൻ കുത്തി തന്നത്. നീ കോളേജിലും കോടതിയിലും ഒന്നും പോയിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ ശരി.